ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, ദെൻ ഡിപ്ലോമ, ദെൻ ഗ്രാജുവേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 63.2K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇതിൽ വിളിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ്, അത് ഇൻസെറ്റ് എന്ന് പറയും. ഇൻസെറ്റ് 1/2024 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് പ്രകാരം ഇതിലേക്കൊരു എക്സാം ഉണ്ടായിരിക്കും, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഗ്രൂപ്പ് ബി കാറ്റഗറിയും ഗ്രൂപ്പ് സി കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും പോസ്റ്റ് വൈസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നോക്കിയിട്ട് പോകാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചാണ്, അവിടെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ബി കാറ്റഗറിയാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കൂടെ കാണാം സ്കെയിൽ, പേ സ്കെയിൽ 30,400 മുതൽ 1,12,400 വരെയാണ് എൻ്റെ സ്കെയിൽ വരുന്നത്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്നത് സിവിലിയൻ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന ചാർജ്മാൻ തന്നെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറിയിലാണെന്ന് അമ്യൂണിഷൻ വർക്ക്ഷോപ്പ്, അതിലേക്ക് നമുക്ക് ഒരു വേക്കൻസിയാണ്, ജനറലാണ് അതിലൊരു വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള SC/ST ഒന്നും അതിലേക്ക് വേക്കൻസി ഇല്ല. ജനറൽ വേക്കൻസിയിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ SC/ST ആണെങ്കിലും OBC ആണെങ്കിലും EWS ആണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ളവർക്കും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ചാർജ്മാൻ ഫാക്ടറി ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ജനറൽ 5 വേക്കൻസി, STക്ക് ഒരു വേക്കൻസി, OBCക്ക് 4 വേക്കൻസി, അങ്ങനെ 10 വേക്കൻസിയാണ്. ഇപ്പോൾ EWSനും SCക്ക് ഇതിൽ വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനടുത്ത് ചാർജ്മാൻ മെക്കാനിക് ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട്. ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 4 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ, റിസർവ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഇനി അടുത്ത്, കാരണം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാവില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ നിങ്ങൾക്കാണ് അതിൻ്റെ പേ സ്കെയിലൂടെ കാണാം. 21,500 മുതൽ 81,100 അടുത്ത കാറ്റഗറി വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിലും ഒരു വേക്കൻസിയാണ്, അത് ജനറലും ഒരു വേക്കൻസി SCക്കാണ്. അങ്ങനെ ആകെ മൊത്തം 2 വേക്കൻസിയാണ്. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് ആർക്കുവാണെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനടുത്ത് നമുക്ക് ഫയർമാൻ ആണ്. ഫയർമാൻ ഗ്രൂപ്പ് സി കാറ്റഗറിയാണ്. അതിൻ്റെ 19,900 മുതൽ 63,200 സ്കെയിൽ വരുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേക്കൻസി നിങ്ങൾക്കൂടെ കാണാം. വിവിധ കമാൻഡ് വൈസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. വെസ്റ്റേൺ നേവൽ കമാൻഡ്, ഇതിൽ നമുക്ക് ഏകദേശം ടോട്ടൽ 237 വേക്കൻസിയാണ്. ദെൻ ഈസ്റ്റേൺ നേവൽ കമാൻഡ് നിങ്ങൾക്ക് 99 വേക്കൻസിയാണ്. ദെൻ സദേൺ നേവൽ കമാൻഡിൽ 60 വേക്കൻസി. ദെൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിൽ നിങ്ങൾക്ക് 48 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 444 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൂപ്പ് സി കാറ്റഗറി ഫയർമാൻ ആണ്. അപ്പോൾ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. ഇതിനടുത്ത് ഫയർ എഞ്ചിൻ ഡ്രൈവറാണ്. പിന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതും ഗ്രൂപ്പ് സി ആണ്. നിങ്ങൾക്ക് 21,700 മുതൽ 69,100 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഇതുപോലെ കമാൻഡ് വൈസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കാരണം വെസ്റ്റേൺ, അതുപോലെ വെസ്റ്റേണിൽ നമുക്ക് 11 വേക്കൻസി, ഈസ്റ്റേൺ ആണെങ്കിൽ നമുക്ക് 31 വേക്കൻസി, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണെങ്കിൽ 16 വേക്കൻസി, അങ്ങനെ 58 വേക്കൻസിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എക്സ് സർവീസ്മാനുള്ള വേക്കൻസി ഉണ്ട്. ഇതിലേക്കൊന്നും PWD കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ല കേട്ടോ. അപ്പോൾ ആരുള്ളത് അത് പ്രത്യേകമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതും ഗ്രൂപ്പ് സി ആണ്. ഇതിൽ നമുക്ക് 18,000 മുതൽ 56,900 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇപ്പോൾ ട്രേഡ്സ്മാനിൽ നമുക്ക് വന്നിരിക്കുന്ന വെസ്റ്റേൺ നേവലിൽ നമുക്ക് ഈ പറയുന്ന 135 വേക്കൻസിയാണ്. ഈസ്റ്റേൺ നേവലിൽ നമുക്ക് 15 വേക്കൻസി. ദെൻ സദേൺ നേവലിൽ നമുക്ക് 11 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 161 വേക്കൻസി അതിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസികളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ് സർവീസ്മെൻ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് കാണാം പെസ്റ്റ് കൺട്രോൾ വർക്കറാണ്. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് സി ആണ്. 18,000 മുതൽ 56,900 സ്കെയിൽ വരുന്നത്. ഇതിൽ നമുക്ക് വെസ്റ്റേണിൽ 17 വേക്കൻസിയും സദേണിൽ ഒരു വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, അത് ജനറലും ആർക്ക് വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ 18 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. എൻ്റെ സ്കെയിൽ ഞാൻ പറഞ്ഞു. ഇതിനടുത്തത് കുക്കാണ്. കുക്കിൽ നമുക്ക് 19,900 മുതൽ 63,200 വരുന്നത് സ്കെയിൽ. ഇതിൽ നിങ്ങൾക്ക് സദേൺ നേവലിൽ മാത്രമേ അതിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളൂ. 9 വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. ഇതിൽ നമുക്ക് 18,000 മുതൽ 56,900 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. നമുക്ക് 16 വേക്കൻസി വന്നിട്ടുണ്ട് ഈ പറയുന്ന MTSലേക്ക്, MTS കാറ്റഗറിയിൽ കേട്ടോ. 16 വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ. ഇനി നമ്മളിതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാ വീഡിയോ നമ്മൾ ചെയ്യുന്നത് A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യട്ടോ. കമൻറ്റ് അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ തരാൻ കഴിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടാവും. ആ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കമൻറ്റിന് പ്രത്യേകം പരിഗണന കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ചാർജ് മാൻ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഈ പറയുന്ന അമിനേഷൻ വർക്ക്ഷോപ്പിലേക്കും ഫാക്ടറിയിലേക്കും ആണെങ്കിൽ 18 to 25 ഇതിൽ OBC ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. OBC NCL ആണെങ്കിൽ. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൽ ചാർജ്മാൻ മെക്കാനിക് ആണെങ്കിൽ 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 30 മാക്സിമം ഏജ് ലിമിറ്റ്. അതിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് OBC ആണെങ്കിൽ 33, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നിശ്ചിതമായുള്ള റിസർവ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 18 to 25 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഫയർമാൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 to 27 ഈ പറഞ്ഞ പോലെ. OBC ആണെങ്കിൽ 30, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിലും സെയിം ആണ് ഏജ് ലിമിറ്റ്. ഇതിനടുത്തത് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റും അതുപോലെ പെസ്റ്റ് കൺട്രോൾ വർക്കർ അതുപോലെ കുക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഇതിലേക്ക് നമുക്ക് 18 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. OBC NCL ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ചാർജ്മാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അമ്യൂണിഷൻ വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് BSc. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് BSc നിങ്ങൾ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇതേ സെയിം കോഴ്സ് പഠിച്ചവരുണ്ടാകാം, അവരിലേക്കൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. വാട്സപ്പ് വഴി നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഈ പറയുന്ന ചാർജ്മാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് BSc പറഞ്ഞിരിക്കുന്ന ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിലവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ചാർജ്മാൻ ഫാക്ടറിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി മാത്തമാറ്റിക്സ് തന്നെയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. മുകളിൽ പറഞ്ഞതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന മാത്തമാറ്റിക്സ് ഇതിലേതെങ്കിലും നമുക്ക് എന്താണ് ഈ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ഫാക്ടറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഈ പറയുന്ന ചാർജ്മാൻ ഫാക്ടറിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചാർജ്മാൻ ഫാക്ടറിയിലേക്ക് ഒന്ന് നിങ്ങൾക്ക് BSc എന്താണ് ഫിസിക്സോ അതല്ലെങ്കിൽ BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BSc മാത്സോ അങ്ങനെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതൊക്കെ. ഇതിനടുത്ത് ചാർജ്മാൻ മെക്കാനിക്കലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പറ്റില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ചാർജ്മാൻ മെക്കാനിക്കലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണം, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന 2 year എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത് ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ഓർ ടെസ്റ്റിംഗ് ഓർ പ്രൂഫ് ഇൻ ദ ഏരിയാസ് ഓഫ് ഡിസൈൻ ഓർ പ്രൊഡക്ഷൻ ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചാർജ്മാൻ മെക്കാനിക്കലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ, ഈ പോസ്റ്റ് ഒഴികെ. ഓക്കെ, ഇതിനടുത്ത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫിയോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണമെന്ന് വെച്ചാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിലേക്ക് നമുക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പറയുന്ന പോസ്റ്റിലേക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അപ്പോൾ ഏതൊക്കെയാണ് മേഖല എന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ പറയുന്ന മെറ്റീരിയൽ ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കണം എക്സ്പീരിയൻസ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷീനറി നോയ്സുമായി ബന്ധപ്പെട്ടുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കണം, അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് കൊറോഷൻ പ്രോസസ് ആൻഡ് മിറ്റിഗേഷൻ ടെക്നിക്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇവിടെ 4 മേഖല കൊടുത്തിട്ടുണ്ട്. ഈ 4 മേഖലയിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് മതി കേട്ടോ. ഓക്കെ, ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
ഓക്കെ, മുകളിൽ പറഞ്ഞ പോലെ BSc ഉണ്ടായിരിക്കുക, ഗ്രാജുവേഷനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഡ്രാഫ്റ്റ്മാൻ കൺസ്ട്രക്ഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 2 വർഷം ഡ്യൂറേഷനുള്ള ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള സർട്ടിഫിക്കറ്റാണ് ITI സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള. ഓക്കെ, അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് വേണ്ടത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ITI നമ്മൾ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഈ പറയുന്ന ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതായത് ഓട്ടോ കാർഡിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ ഓട്ടോ കാർഡും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഈ പറയുന്ന ഓട്ടോ കാർഡും പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 ഇയർ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ITI പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് SSLC പ്ലസ് 3 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ഡ്രാഫ്റ്റ്മാൻഷിപ്പ് പ്ലസ് ഓട്ടോ കാർഡ് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർ ഈ പറയുന്ന ട്രേഡുകളായിരിക്കണം: ഷിപ്പ് റൈറ്റ്, വെൽഡർ, പ്ലേറ്റർ, ഷീറ്റ് മെറ്റൽ, ഷിപ്പ് ഫിറ്റർ. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ SSLC പ്ലസ് ITI ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് പ്ലസ് ഈ പറയുന്ന ഓട്ടോ കാർഡ് അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ കൺസ്ട്രക്ഷൻ എന്നുള്ളതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പല രീതിയിൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് പ്രത്യേകം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3 ഈ 3 കാര്യങ്ങളും പാടെ വേണം കേട്ടോ. ഓക്കെ, അതിൽ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു വിശദമായിട്ട്. ഒന്നും പാടെ നിങ്ങൾ വീഡിയോ കേട്ട് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതിനടുത്ത് ഫയർമാൻ ആണ്. ഫയർമാനിൽ നമുക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യോഗ്യത. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ബേസിക് അല്ലെങ്കിൽ ഓക്സിലറി ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം. എലിമെൻ്ററി അല്ലെങ്കിൽ ബേസിക് ആയുള്ള ആ ഒരു റെക്കഗ്നൈസ്ഡ് സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബേസിക് കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. +2 പ്ലസ് ഈ പറയുന്ന എലിമെൻ്ററി അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ ഓക്സിലറി ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. +2 വേണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണ്ട, കുറച്ചും കൂടെ നല്ലതാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ലൈസൻസ് ഇല്ലെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടി വരും. ഇനി അടുത്ത നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. ഈ പറയുന്ന ഫയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ബാക്കിയുള്ള പോസ്റ്റിലേക്ക് ഇതുവരെ പറഞ്ഞ പോസ്റ്റിലേക്ക് ഒന്നും ഫിസിക്കൽ സ്റ്റാൻഡേർഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അതാ പറയുന്നത് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, വിത്തൗട്ട് ഷൂ ഇല്ലാതാണ് നമ്മൾ പറയുന്നത്. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊരു റിലാക്സേഷൻ അവർക്ക് കിട്ടും കേട്ടോ. ചെസ്റ്റ് ആണെങ്കിൽ നോർമലിൽ 81.5 എക്സ്പാൻഷനിൽ 55 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. വെയിറ്റ് 50 കിലോഗ്രാം മിനിമം ഉണ്ടായിരിക്കണം. ഐസൈറ്റ് 6/6 നോർമൽ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഗ്ലാസ്, അതുപോലെ സ്കിൻ്റെ ആയി തുടങ്ങിയിട്ടുള്ള കളർ ബ്ലൈൻഡ്നസ്, നോഗ്നി ഇങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും, കായികക്ഷമത ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് ഇപ്പം 63.5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളെ നമ്മൾ 153 മീറ്റർ എന്ത് ചെയ്യണം, 96 സെക്കൻഡ് കൊണ്ട് എത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 2.7 മീറ്റർ വൈഡായുള്ളൊരു കുഴി എടുത്ത് ചാടാനുണ്ടാവും, അത് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 3 മീറ്റർ വെർട്ടിക്കൽ റോപ്പിലൂടെ ക്ലൈംബ് ചെയ്യാണ്ടാവും, അത് നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യം സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇവിടേക്ക് എന്ത് ചെയ്യും, അവരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുക. അതാണ് പറയുന്നത് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ കേട്ടോ, ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും. പിന്നെ അടുത്ത ഫയർ എഞ്ചിൻ ഡ്രൈവറിനും ഇതേ സെയിം ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഈ 2 പോസ്റ്റിന് മാത്രമാണ്, ഒന്ന് ഫയർമാനും ഒന്ന് ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിനേക്കുമാണ് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും അത് പറയുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ +2 പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞാൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 2.5 സെൻറ്റിമീറ്റർ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 81.5 സെൻറ്റിമീറ്റർ നോർമലി, 55 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനിൽ 50 കിലോഗ്രാംസ് 6/6 ആയിരിക്കണം. ഈ പറയുന്ന ഐസൈറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ പറയുന്ന ഫയർ എഞ്ചിൻ ഡ്രൈവർ. നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ITI ആണ്. ഓക്കെ, അപ്പോൾ ITI ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ആ ഒരു ട്രേഡുകൾ ഞാൻ പറയാം കേട്ടോ. അപ്പം ഒന്നാമതായിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതത് ട്രേഡുകൾ ITI പാസ്സായിരിക്കുക. ഏതൊക്കെ ട്രേഡുകളാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഒന്ന് ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക, പ്ലസ് ITI പാസ്സായിരിക്കുക. ഓക്കെ, ITI നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് ITI ട്രേഡ് എന്ന് ഞാൻ ഇപ്പം തന്നെ കാണിക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ട്രേഡുകൾ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രേഡുകൾ.
ഓക്കെ, അപ്പോൾ ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആയുള്ള ട്രേഡുകളാണ് ഇവിടെ കാണാം. സീരിയൽ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് കാണാം, കാർപ്പൻറ്റർ മുതൽ ഇതിൽ ഒരുപാട് ട്രേഡ് ഉണ്ട്. ഇത് മൊത്തം ഞാൻ വായിച്ചാൽ തീരൂല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഇതാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരാം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, വിവിധ ട്രേഡുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സീരിയൽ നമ്പർ ജസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നുണ്ട്, അടുത്ത് 2 പേജിലുണ്ട് ഇട്ടത്. ഓക്കെ, ഇതിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഏകദേശം 64 കാറ്റഗറി ട്രേഡുകളുണ്ട്. 64 കാറ്റഗറിയിൽ ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ട്രേഡ്സ്മാൻ മെയ്റ്റ് ജസ്റ്റ് SSLC പ്ലസ് ഈ പറയുന്ന ITI ആണ് വേണ്ടത്. ഓക്കെ, അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബാക്കി പറഞ്ഞുതരാം. അപ്പം വിശദമായെന്ന് വിചാരിക്കുന്നു. ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് നിങ്ങൾക്ക് SSLC നേരത്തെ ഞാൻ കാണിച്ച അത്രയും ഏകദേശം 61ഓളം കാറ്റഗറിയുള്ള ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്ത പെസ്റ്റ് കൺട്രോൾ വർക്കറാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അപേക്ഷിക്കുന്ന ആ നേവലുമായി ബന്ധപ്പെട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുഴപ്പമില്ല, ജസ്റ്റ് 10ാം ക്ലാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ കുക്കാണ് അടുത്തത്. കുക്കിലേക്ക് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കുക്കിങ്ങിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് മതി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അടുത്ത MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ആണ് ഇതിൻ്റെയും അടിസ്ഥാന യോഗ്യത. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നേവിയിലൊക്കെ നിങ്ങൾക്ക് കയറി പറ്റാനുള്ള നല്ലൊരു ഓപ്ഷനാണിത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു കേട്ടോ. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഗ്രൂപ്പ് B കാറ്റഗറി ആണെങ്കിൽ ഗ്രൂപ്പ് C കാറ്റഗറി ആണെങ്കിലും ഒക്കെ സെയിം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD ആണെങ്കിൽ നിങ്ങൾക്ക് അതത് റിസർവ് പോസ്റ്റ് ഉണ്ടെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ എക്സാം ഫീ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് 295 രൂപയാണ് എക്സാം ഫീ ആയിട്ട് വരുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ ഒന്നും യാതൊരുവിധ എക്സാം ഫീ ഇല്ല. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ എക്സാം ഫീ ഇല്ല, അവർക്കും ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ SC/ST PWD എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ വിമൻ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും 295 രൂപ എക്സാം ഫീ ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് UPI ഒക്കെ ഉപയോഗിച്ച് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫീ അടിക്കാം. പിന്നെ എക്സാമിനേഷൻ സിറ്റിൻ്റെ ഒക്കെ നമ്മൾ ഇനിയും വീഡിയോൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ, വീഡിയോ ചെയ്യും, അതുകൊണ്ടാണ്. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ വ്യക്തമായുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീ അടയ്ക്കണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ MTSലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ചില സമയത്ത് ഒരേ ദിവസം തന്നെ 2 ഷിഫ്റ്റുകളൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഈ എക്സാം നടത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ട്രേഡ്സ്മാൻ മെയ്റ്റും ഞാനിപ്പോൾ എന്താണ് ട്രേഡ്സ്മാൻ മെയ്റ്റും അതുപോലെ MTSും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും എക്സാം ഒരു ദിവസം തന്നെ, ഒന്ന് രാവിലെയും ഒന്ന് എന്താണ് ഉച്ചക്കുമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ട്രേഡ്സ്മാൻ മെയ്റ്റ് രാവിലെയാണ്, മറ്റേത് ഉച്ചക്കാണ്. അപ്പോൾ ഞാൻ ട്രേഡ്സ്മാൻ മെയ്റ്റ് എക്സാം എഴുതി അതേ സെൻറ്ററിൽ തന്നെയാണ് നമുക്ക് എന്താണ് ഈ പറയുന്ന MTSും കിട്ടുന്നതെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ സെൻറ്റർ മാറുക ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എഴുതി കഴിഞ്ഞ് അടുത്ത എക്സാം എഴുതാൻ നമുക്ക് കഴിയില്ല, കാരണം നമ്മളവിടെ ഓടിയെത്തൂല. അപ്പോൾ അതൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എക്സാം സെൻറ്ററൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ നമ്മളത് ശ്രദ്ധിക്കണം, ഒന്നിലധികം അപ്ലൈ ചെയ്യുന്നവർ കേട്ടോ. ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിങ് ജസ്റ്റ് നമ്മളൊരു സിസ്റ്റം എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഓക്കെ, അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റോ കാര്യങ്ങളൊന്നല്ല, ജസ്റ്റ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ ഈ പറയുന്ന കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കറക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജനറൽ പേപ്പറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ജനറൽ ഇൻ്റലിജൻസ് 25, ജനറൽ അവയർനെസ് 25, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇതാ ഓരോ പോസ്റ്റ് വൈസിൻ്റെ സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിലബസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് മീൻസ് ഇത് ഒഫീഷ്യലാണ്, പക്ഷേ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ്. ഇതിൻ്റെ PDF ആയിട്ട് തന്നെ വരും നമുക്ക്. അപ്പം നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അത് ഡ്രാഫ്റ്റ്മാൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് സിലബസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഇനി ഇതിൻ്റെ നമുക്ക് അപേക്ഷ നൽകേണ്ട ഡേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 20 ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 17 വീഡിയോ ചെയ്യുന്നത്.
ഇനി 3 ദിവസം പാടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആവുള്ളൂ. ജൂലൈ 20 മുതൽ നമുക്ക് ഓഗസ്റ്റ് 2, വളരെ ഷോർട്ട് ടൈം ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 2 വരെയുള്ളൂ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി അതോടൊപ്പം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൻഡ് കോപ്പി, നമ്മൾ ഈ പറയുന്ന JPG അല്ലെങ്കിൽ ഈ പറയുന്ന PNG PDF ഫോർമാറ്റിൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. അതിലൊന്ന് വേണ്ട കളർ ഫോട്ടോഗ്രാഫാണ്. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ വേണം. അത് നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് കേട്ടോ സൈൻ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് 10 KB 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. പിന്നെ നമുക്ക് വേണ്ടത് EWS OBC അങ്ങനെ SC/ST ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. അത് 50 KB 200 KB ഇടയിലുള്ള ഫയൽ സൈസ്. ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വിശദമാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏകദേശം ഞാൻ പറഞ്ഞു ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഏകദേശം 64ഓളം ട്രേഡുകൾ ഉണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ നേവി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണാം. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ പറയുന്ന 20/7/2024 ഇതിൽ എന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് ഞാനിതിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ട്രേഡ്സ്മാൻ മേറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള PDF നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ അവർ റിലീസ് ചെയ്യും. അപ്പോൾ അത് ഈ പറയുന്ന എന്താണ് 20-ാം തീയതി ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് വന്നാൽ ഡീറ്റെയിൽ ആയിട്ട് വേറെയും വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 63.2K ആയിട്ടുണ്ട്. അപ്പോൾ 1 lakh നമുക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ 1 lakh എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടുതലോ. അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒന്ന് റെഡി ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒന്ന് സബ്സ്ക്രൈബർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.